ശശി തരൂരിനെ കടത്തിവെട്ടി ഷാഫി പറമ്പിൽ. സഭയിൽ നടന്നത് നാടകീയത. ഷാഫി പറമ്പിൽ ഒന്നൊഴിഞ്ഞു പോയിരുന്നെങ്കിൽ എന്നാണ് ശശി തരൂർ ആഗ്രഹിച്ചത്. സൗദിയിൽ നടന്ന ഒരു പരിപാടിയിലാണ് ഷാഫി പറമ്പിൽ ഇതേപ്പറ്റി തുറന്നടിച്ചത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ശശി തരൂർ കേരളത്തിലും ദേശീയ തലത്തിലും രാഷ്ട്രീയപരമായി കോൺഗ്രസിനെ വെട്ടിലാക്കുന്ന പല പരാമർശങ്ങളും നടത്തുന്നതിനിടയിലാണ് ഷാഫി പറമ്പിൽ പ്രവാസികൾക്കിടയിലെ വലിയ പ്രശ്നത്തെ തുറന്നുകാട്ടി സൗദിയിൽ സംസാരിച്ചത്. ഇവിടെ വളരെ രസകരമായി ഷാഫി പറമ്പിൽ പറഞ്ഞത് എന്തെന്നാൽ, സഭയ്ക്കുള്ളിൽ പാർലമെന്റിനുള്ളിൽ പ്രവാസികളുടെ പ്രശ്നവുമായി ബന്ധപ്പെട്ട വിഷയം താൻ അവതരിപ്പിക്കാൻ ഇരുന്നപ്പോൾ തരൂരും ആ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ നിൽക്കുകയായിരുന്നു. എന്നാൽ ഇവിടെ നറുക്കു വീണത് ഷാഫി പറമ്പിലിനായിരുന്നു. അതുകൊണ്ട് തന്നെ ആദ്യം ഷാഫി ഇക്കാര്യം എടുത്തിടും എന്നുള്ളത് കൊണ്ടാണ് ഷാഫി വരാതിരുന്നെങ്കിൽ എന്ന തരൂർ ആഗ്രഹിച്ചത്. അതിന്റെ ഭാഗമായിട്ട് ഷാഫി പാർലമെന്റിനകത്ത് വന്നിട്ടുണ്ടോ എന്നറിയാൻ തരൂർ കിണഞ്ഞു പരിശ്രമിച്ചു. എന്നാൽ പാർലമെന്റിനകത്ത് ഷാഫി പറമ്പിലിനെ കണ്ടപ്പോൾ ഒന്ന് ചിരിച്ചുകൊണ്ട് ഷാഫിയോട് ചോദിച്ചു, നിങ്ങൾക്ക് വല്ല വയറുവേദനയും ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ വന്നതാണ് ഞാനെന്ന്. നർമ്മഭാഷയിലാണ് തരൂർ ഇക്കാര്യം പറഞ്ഞത് എങ്കിലും ഷാഫി ഒഴിവായാൽ മാത്രമേ പകരക്കാരനായി തരൂരിന് നറുക്കു വീഴുകയുള്ളൂ എന്നത് തരൂരിന് അറിയാമായിരുന്നു. ഇത് തന്നെയാണ് തരൂരിന്റെ ഉദ്ദേശം. കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആണെങ്കിലും പ്രവാസികളുടെ ടിക്കറ്റ് നിരക്ക് വർധനവുമായി ബന്ധപ്പെട്ട് പാർലമെന്റിൽ ഷാഫി പറമ്പിൽ സംസാരിച്ചു. അന്യനാട്ടിൽ പോയി കഷ്ടപ്പെട്ട് നാട്ടിലേക്ക് വരാനിരിക്കുമ്പോൾ അമിതമായ ടിക്കറ്റ് ചാർജ് അവർക്ക് നാട്ടിലേക്ക് പെട്ടെന്നെന്തെങ്കിലും അത്യാവശ്യത്തിന് എത്തുവാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് പ്രവാസികളെ ഞെക്കി ഞെരുക്കുകയാണെന്ന വസ്തുത ഷാഫി പറമ്പിൽ പാർലമെന്റിനെ ഇളക്കി മറിച്ചുകൊണ്ട് പറഞ്ഞു. എന്നാൽ ഇതേ കാര്യം തന്നെ തരൂരും പറയാൻ ഉദ്ദേശിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഷാഫി വന്നോ എന്നൊരു അന്വേഷണം പോലും നടത്തിയത്. എന്തായാലും ദിവസം ചെല്ലുന്തോറും തരൂർ വിഷയം ആളിക്കത്തുകയാണ്, ദേശീയ തലത്തിലും കേരളത്തിലും.